അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഉസ്താദൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഈ ഉസ്താദ് വന്നു പറഞ്ഞാൽ നമ്മൾ തടുക്കശ്ശേരി, പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയിൽ നമ്മൾ ഹൗസ് പ്ലോട്ട് സ്ഥലം മുറിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഹിഫ്ള് കോളേജിന് വേണ്ടിയിട്ട് 25 സെൻറ്റ് സ്ഥലം നമ്മുടെ നിന്ന് വാങ്ങണ്ടായി. അപ്പോൾ വാങ്ങിയിട്ട് അതിപ്പോൾ 6 മാസമായി, അതിൻ്റെ സമയം കഴിയാറായി. പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇനി എമൗണ്ട് കൊടുക്കണം, അതായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അഭിമുഖങ്ങൾക്ക് ഒരു സഹായം 1-2 വ്യക്തികൾ മലേഷ്യയിൽ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അബൂബക്കർ മലാക്ക എന്ന് പറഞ്ഞ ഒരു ഹബീബാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു ഹദിയയാണ്. കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് ബിൻ മൂസ അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. അതേപോലെ തന്നെ ഖദീജ ബിൻ ബാപ്പു അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജമാൽ ബിൻ മൂസ. ഇങ്ങനെ 3 ആളുടെ പേരിൽ ഓരോ ലക്ഷം വീതം ഹദിയ ചെയ്തിട്ടുണ്ട് സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ. അങ്ങനെ 3 ആളുടെ പേര് 1 ലക്ഷം ഉറുപ്പ്യായിട്ട് ഹദിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ, ആ പൈസ കൊടുന്നു തരാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അപ്പോൾ നമ്മൾ ആ എഗ്രിമെന്റ് കുറച്ചും കൂടെ സമയം കൊടുത്തിട്ട് നമ്മളെ പെരുന്നാൾ കഴിയോളം. അപ്പം എൻ്റെ ഹബീബികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹിഫ്ള് കോളേജിന് വേണ്ടിയിട്ടാണ്, ആർക്കെങ്കിലുമൊക്കെ ഇതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി ഇൻഷാ അല്ലാഹ് സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥാപനം പെട്ടെന്നൊന്ന് ഉയർത്താം. മാത്രമല്ല, ഇനി ആരെങ്കിലും, ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്ക് വിളിക്കാറുണ്ട്, നമ്മളൊരു നിസ്കാരപ്പള്ളി കയറ്റി കൊടുക്കുക, അതിന് സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും നിസ്കാരപ്പള്ളിയുടെ ആവശ്യമുണ്ടോ ചോദിച്ചിട്ട്. ഇതിൻ്റെ 4 പുറം വീടുകളാണ്. കാരണം 3 ഏക്കർ സ്ഥലം മുറിച്ചു കൊടുത്ത് അതിലൊക്കെ വീടുകളാണ് വരുന്നത്. അതിൻ്റെ പുറമെ അവിടെ ആദ്യമായിട്ടുള്ള വീടുകളും ഒരുപാട് വീടുണ്ട്. അപ്പോൾ ഒരു നിസ്കാരപ്പള്ളി കോളേജിനോട് ചേർന്നിട്ട് തന്നെ കയറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ മരിച്ചുപോയ നമ്മുടെ വാപ്പാൻ്റെ പേരിലോ ഉമ്മാൻ്റെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പേരിലോ ഒരു നിസ്കാരപ്പള്ളി കയറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ചെറിയൊരു നിസ്കാരപ്പള്ളി, വലിയൊരു പള്ളിയല്ല, അപ്പോൾ കഴിയുന്ന മാതിരി ഒരു നിസ്കാരപ്പള്ളി, അത്യാവശ്യം ഒരു 10-30 ആൾക്ക് നിസ്കരിക്കാനുള്ള, 30-40 ആൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തിൽ ഒരു നിസ്കാരപ്പള്ളി ആർക്കെങ്കിലും ഹദിയ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പുറമെ തന്നെ കോളേജ് അവിടെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എന്നോട്, ഒരു നിസ്കാരപ്പള്ളി കയറ്റാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ വക ഒക്കെ ഫീസ് കയറ്റി തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ ഉസ്താദിനെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വിളിച്ച് സംസാരിക്കുക. നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്ഥാപനം വരട്ടെ. ഹിഫ്ള് കോളേജാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉസ്താദ്മാർ, നിങ്ങളുടെ ഉസ്താദ് പേരെന്താണ്? എൻ്റെ ഒരു സക്കീർ ഉസ്താദ്. എവിടെ സ്ഥലം? ഞാൻ കല്ലേക്കാട്. ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യം വരും, പിന്നെ തങ്ങളൊക്കെ വന്നിരുന്നത്. അതേപോലെ ഇദ്ദേഹത്തിനെ പിന്നെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവരുടെയൊക്കെ ഒരു പരിശ്രമം കൊണ്ടാണ് നല്ലൊരു സ്ഥാപനം വരാൻ പോണ്. എല്ലാവരും നല്ല ഇതിൽ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാവരും പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി ഒരു 500 റുപ്യ സഹായിക്കാൻ പറ്റുമെങ്കിൽ 500 റുപ്യ സഹായിക്കുക. 100 ആണോ നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ സഹായിക്കാൻ പറ്റണമെങ്കിൽ 100 റുപ്യ സഹായിക്കുക. കാരണം എത്രയോ പൈസ നമ്മൾ ഒന്നിനും ആവശ്യമില്ലാതെ കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു 50 റുപ്യ 100 റുപ്യ എന്താ നിങ്ങളുടെ തെളിച്ച ഉള്ളതുപോലെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരുടെയും സഹായം സഹകരണം വേണം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പ്രവാസ ലോകത്ത് നിന്ന് എൻ്റെ ഹബീബീങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്, അയക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അയക്കുന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനാദരം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ തടുക്കശ്ശേരിയിൽ 25 സെൻറ്റ് സ്ഥലം ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനത്തിന്, കോളേജിന് വേണ്ടിയും ഒരു നിസ്കാരപ്പള്ളിയെല്ലാം അതിനു വേണ്ടിയും നമ്മൾ വാങ്ങി. പക്ഷേ റേഷിൻ്റെ സമയമായി, പക്ഷേ പൈസ തികയാത്തത് കൊണ്ട് നമ്മൾ റേഷ് കുറച്ചും കൂടി നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ മലേഷ്യയിലുള്ള മലാക്ക അബൂബക്കർ സാഹിബ് അവർ 3 ലക്ഷം രൂപ തന്നു. അതും പിന്നെ നമ്മൾ വേറെ പിരിച്ച പൈസയെല്ലാം കൂടി ചേർന്ന് കൂടെ കൊണ്ട് ഒരു 4 ലക്ഷം റുപ്യ, ഒരു 5 ലക്ഷം രൂപ ഇപ്പോൾ മൊത്തം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അത് മലാക്ക ബക്കർ ഖാൻ്റെ വാപ്പ മുഹമ്മദ് ബിൻ മൂസ എന്നവർക്കും ഖദീജ ബിന്ത് ബാപ്പു എന്നുള്ള ആ ഉമ്മാക്കും ജമാൽ ബിൻ മൂസ എന്ന ജ്യേഷ്ഠനിക്കും വേണ്ടിയിട്ട് ഹദിയ ചെയ്തതാണ്. അള്ളാഹു അതിൻ്റെ പ്രതിഫലം അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മലാക്ക അബൂബക്കർ സാഹിബിൻ്റെ സംഭാവനയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ.
നല്ല പ്രതിഫലം അള്ളാഹു അവർക്കും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇൻഷാ അല്ലാ ഉസ്താദ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സ്ഥലമൊക്കെ കൊടുത്തിരിക്കുന്നത് ചെറിയ വിലക്കാണ് കേട്ടോ, നിങ്ങൾ വലിയ വിലയൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ സ്ഥാപനത്തിനായതുകൊണ്ട് അവിടെ നമ്മൾ ആകെ നമുക്ക് ടോട്ടൽ എത്ര വരുന്നത് 10 ലക്ഷം 11 ലക്ഷം അല്ലേ, 25 സെൻറ്റ് സ്ഥലത്തിന് സമചതുരമായിട്ടുള്ള നല്ല സ്ഥലം. അപ്പുറത്തൊക്കെ നമ്മൾ 70-80 റേറ്റുള്ള സ്ഥലമാണ്, നമ്മൾ 45 റുപ്യ റേറ്റിലല്ലേ നമുക്ക് തന്ന സ്ഥാപനത്തിന്, 45 റുപ്യ റേറ്റിലാണ്. അപ്പോൾ ഇനി നമുക്കൊരു 6 ലക്ഷം രൂപയുടെ കുറവ് കൂടെ ഉണ്ട് ഇൻഷാ അല്ലാ. സ്ഥലത്തിനാണ് 6 ലക്ഷം റുപ്യ കുറവ് കിട്ടുക. അപ്പോൾ ഇൻഷാ അല്ലാ സ്ഥലം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ചിലവുകൾ തന്നെയാണ്. അപ്പം എൻ്റെ ഹബീബിങ്ങൾ ചാനൽ കാണുന്ന എൻ്റെ ഹബീബിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം പരമാവധി. എല്ലാ ഗ്രൂപ്പുകളും, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവുക, പ്രവാസികളുടെ ഗ്രൂപ്പ് ഉണ്ടാകാം, പല നാട്ടിലെ പല രാജ്യങ്ങളിലെ പല ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ടാകാം. ആ ഗ്രൂപ്പുകളിലൊക്കെ ഇൻഷാ അല്ലാ ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം ആ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്ത് കോളേജാണ്, മാത്രമല്ല ഒരു നിസ്കാര പള്ളിയും കൂടിയും അതിൽ വരുമ്പോൾ ഇൻഷാ അല്ലാ ആ ഭാഗത്തുള്ളവർക്ക് നമസ്കരിക്കാനും ഏറ്റവും അടുത്തതായി, കാരണം അത്രയും വീടുകളുള്ള ഏരിയയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എല്ലാവരും ദർശനം ഷെയർ ചെയ്യുക. ഇതിൽ നമ്മൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല എന്നാണ്, ഒരുപാട് പറയണ്ടാവും സ്ഥാപനത്തിൻ്റെ കാര്യമില്ല. ഇൻഷാ അല്ലാ അതിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.